ധനീഷ് ഫ്രം സ്കെയിലപ്പ് വിഷൻ. സ്കെയിലപ്പ് വിഷൻ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഫേമാണ്. ആക്ച്വലി ഞങ്ങൾ പല ബിസിനസ് ഓണേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്കെയിലപ്പ് അല്ല, പകരം സ്റ്റാർട്ടപ്പാണ്. ഫുഡ് ഇൻഡസ്ട്രിയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ദോശ കോർണർ 50 കോടി രൂപയുടെ പ്രതിവർഷ വരുമാനം ഉണ്ടാക്കും. 2021 രാഘേന്ദ്ര റാവുവും അദ്ദേഹത്തിൻ്റെ വൈഫ് ദിവ്യയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, രാമേശ്വരം കഫേ. ഈ റെസ്റ്റോറൻറ്റ് ഒരു വർഷത്തിൽ 50 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യും. അതായത് വെറും 2021 മുതൽ 2023 ആയപ്പോഴേക്കും ഇത്ര വലിയൊരു ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്തു. അതോടൊപ്പം അവർക്ക് വെറും 3 ഔട്ട്ലെറ്റ് മാത്രമാണുള്ളത്. എന്നിട്ടും ഒരു വലിയ ഗ്രോത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റും. സൗത്ത് ഇന്ത്യൻ ഡിഷായ ദോശ പോലുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ട് വളരെ വലിയ എംപയറുകൾ സൃഷ്ടിച്ചിട്ടുള്ള കമ്പനികൾ നിങ്ങൾക്കറിയാം. അതായത് ശരവണ ഭവൻ പോലുള്ള, ഗുപ്ത ഭവൻ, അതേപോലെ മുരുകൻ ഇഡ്ഡലി, അങ്ങനെ നിരവധി ബ്രാൻഡുകളുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള ടേൺ ഓവറുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്തരം കമ്പനികൾ ഇത്തരം വലിയ ഹ്യൂജായിട്ടുള്ള ബിസിനസ്സുകൾ കെട്ടിപ്പടുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരം ദോശ കോർണർ പോലുള്ള ബിസിനസ്സുകൾക്ക് ഏകദേശം 20% മുതൽ ഒരു 50% വരെയാണ് പ്രോഫിറ്റ് ഉള്ളത്. പല ഓർഗനൈസേഷനും കോടികളുടെ ടേൺ ഓവറിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവരുടെ ഫുഡ് ഫോളോ ആണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു നല്ല ബ്രാൻഡിങ് ഉണ്ടാക്കുക, ഏറ്റവും ഒരുപാട് ആളുകളെ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് റവന്യൂ കൂട്ടാൻ പറ്റുക, അതോടൊപ്പം പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രാൻഡും ഒരു വലിയ രീതിയിൽ ഒരു സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഫസ്റ്റ് മാർക്കറ്റ് റിസർച്ചാണ്. നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ പഠിക്കണം. എന്നിട്ട് മാത്രമാണ് ഏതൊരു ബിസിനസ്സിലേക്കും പോലെ ഈ ബിസിനസ്സിലേക്കും ഇറങ്ങേണ്ടത്. ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. രാമേശ്വരം കഫേ പോലെ അല്ലെങ്കിൽ ശരവണ ഭവൻ പോലുള്ള റെസ്റ്റോറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ പ്രൈം ലൊക്കേഷനിലായിരിക്കും ഈ ഓർഗനൈസേഷൻസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് മെനു പ്രിപ്പറേഷൻസ് വളരെ വലിയ ഫാക്ടറാണ്. അതിൽ ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിന്റ് അതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് അത് വളരെ അധികം ക്വാളിറ്റിയോട് കൂടി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും ബെസ്റ്റ് പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഒരു വലിയ ഫാക്ടറാണ്. നെക്സ്റ്റ് ഈസ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. ബ്രാൻഡിങ് ഒരു വലിയ എലമെൻ്റാണ്. ആക്ച്വലി നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ബ്രാൻഡുകൾ ആളുകളിലേക്ക് എത്തിക്കേണ്ട രീതി, അതേപോലെ നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു കസ്റ്റമർ അവരുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നിങ്ങളുടെ ഔട്ട്ലെറ്റ് വന്നു, ആഹാരം കഴിച്ച് തിരിച്ചിറങ്ങുന്നത് വരെ അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇപ്പോഴത്തെ ഏതൊരു ബിസിനസ് എടുക്കുകയാണെങ്കിലും ശരി, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ അഡ്വർടൈസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള വ്ളോഗേഴ്സ്, ഇപ്പം നമ്മൾ രാമേശ്വരം കഫേയുടെ കഥ പറഞ്ഞു, അവരൊക്കെ വളരെ കൂടുതൽ വ്ളോഗേഴ്സിനെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് പല പ്രോഗ്രാമുകളിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിനെ ഏറ്റവും നല്ല പ്രോഫിറ്റബിളാക്കി മാറ്റാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ വാല്യൂ ആഡ് ചെയ്യുന്ന ഒരുപാട് കൂടുതൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങളൊരു ദോശ കോർണർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദോശ മാത്രം സെല് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യുക. അതിന് കൂടെ വാല്യൂ ആഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നിങ്ങളൊരു മുരുകൻ ഇഡ്ഡലി സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് ആക്ച്വലി 15 രൂപ മാത്രമാണ് ഒരു ഇഡ്ഡലിക്ക് വരുന്നത്. 3 ഇഡ്ഡലിക്ക് 45 രൂപ ചിലവാകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേ 400 രൂപയുടെ ബില്ല് കൊടുത്തിട്ടുണ്ടാവും. കാരണം അവർ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള പല ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ നമ്മൾ അറിയാത്തത് വാങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് അവിടുത്തെ ഒരു മായാജാലം. ആക്ച്വലി അങ്ങനെ നമുക്ക് അവർ വളരെ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കും വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബില്ലിംഗ് എമൗണ്ട് വൺസ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിലെത്തി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലേക്ക് എത്തി, ഒരു ചെറിയൊരു നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ സുഖമായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എക്സ്പാൻഷൻ ആയിരിക്കും, അല്ലേ? എക്സ്പാൻഷൻ പല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും,
അതോടൊപ്പം നിങ്ങൾക്ക് കാറ്ററിംഗ് സർവീസുകൾ പോലുള്ള സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ കാറ്ററിംഗ് സർവീസൊക്കെ വളരെ സക്സസ്ഫുൾ ആണ് ഇത്തരം ബിസിനസ്സിൽ. കാരണം നിങ്ങളൊരു കാറ്ററിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അത് ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ, നല്ല സർവീസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യും, ഇതേതാ ബ്രാൻഡ്, ഇതേതാ കാറ്ററിംഗ് സർവീസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്റ്റോറൻറ്റും ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രാൻഡായി കുറച്ചുകൂടെ വാല്യൂ ജനറേറ്റ് ചെയ്തിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റം വരും. ഇത്തരം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലോ നിങ്ങൾക്ക് സ്കെയിലപ്പ് മിഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.